ഹലോ ഹായ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാം പ്രചോദനമാകുന്ന കാര്യമാണ്. ഇപ്പോൾ കാണുന്നത് ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന രവീന്ദ്രൻ മാഷ് റിട്ടയർ ചെയ്തതിന് ശേഷം ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പം മാഷോട് തന്നെ നമുക്ക് ചോദിക്കാം, മാഷ് എങ്ങനെയാണ് ഇങ്ങനെ റിട്ടയർ ചെയ്തതിന് ശേഷം പണിക്ക് പോകാൻ തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചു നോക്കാം. അപ്പോൾ മാഷ് ഈ പണിക്ക് റിട്ടയർ ചെയ്തതിന് ശേഷമാണോ തുടങ്ങിയത്, അല്ല ആദ്യം മുതലേ ഉണ്ടോ? പ്രീ ഡിഗ്രി കഴിഞ്ഞ തന്നെ ഈ പണിക്ക് പോയി. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം തൊട്ട്. അത് ശരി. റിസൾട്ട് വന്നാൽ പാസ്സായെങ്കിലും ഈ പണിക്ക് പോകേണ്ട ആവശ്യമായിട്ട് ഉച്ചക്ക് ഈവനിങ് ക്ലാസ് ചെയ്യാറുണ്ട്, ഉച്ചക്ക് എക്സ്ട്രാ ക്ലാസ് ചെയ്യും. അത് ശരി. ഡിഗ്രിക്ക് അങ്ങനെയായിരുന്നു. ഡിഗ്രി ഈവനിങ് ക്ലാസ്സിലാണ് ചെയ്തത്. ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം തലശ്ശേരി മഹാത്മാ കോളേജിൽ പി ജിക്ക് ആയിരുന്നു. അങ്ങനെ എം എ ഹിസ്റ്ററി ആയിരുന്നു പാസ്സായി. പി ജി ആണല്ലേ? പി ജി എന്താണ് പറഞ്ഞത്? എം എ ഹിസ്റ്ററി. എം എ ഹിസ്റ്ററി പാസ്സായി. അത് ശരി. എന്നിട്ടാണ് പിന്നെ സ്കൂളിൽ ബി എഡിന് പോയി. അത് ശരി. എന്നിട്ട് അങ്ങനെ കുറച്ച് ജോലിയെല്ലാം എടുത്ത് പൈസയാക്കി ഞാൻ സ്കൂൾ കാശ് കൊടുക്കാതെ എഴുതാൻ പറ്റില്ലോ. അങ്ങനെ പാതി ഞാനും പാതി അച്ഛനും ചേർത്ത് സ്കൂളിൽ ചേർന്നു. അത് ശരി. അങ്ങനെ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞ് പലയിടക്ക് 5 കൊല്ലം ഗൾഫിൽ പോയി. അത് ശരി. ഗൾഫിലും പോയിട്ടുണ്ട്. അത് ശരി. എന്നിട്ട് സ്കൂൾ റീജോയിൻ ചെയ്ത സ്കൂൾ തന്നെ. പിന്നെ അവിടുന്ന് 2015 റിട്ടയറായി. അത് ശരി. അപ്പോൾ ഈ 10 വർഷമായി റിട്ടയർ ആയി കഴിഞ്ഞിട്ട്. 10 വർഷമായി. അതിനിടയിലും ജോലിയെല്ലാം ചെയ്യാറുണ്ട് സ്കൂളിലപ്പോൾ. അത് ശരി. സ്കൂള് ഒഴിവുള്ളപ്പം വെക്കേഷനൊക്കെ ഇങ്ങനത്തെ ജോലി ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ നാടൻ പണിയിൽ നിന്ന് വിട്ട് നിന്നിട്ടില്ല അല്ലേ? എല്ലാ പണിയും ചെയ്യും. പറമ്പ് കൃഷിപ്പണിയാ. സ്കൂളിൽ തന്നെ കൃഷിത്തോട്ടമുണ്ടായിരുന്നു. അത് ശരി. അന്ന് പഞ്ചായത്ത് ബസ് കിട്ടാറുണ്ട്. ഞങ്ങളുടെ കാലത്തെല്ലാം പഞ്ചായത്ത് തലത്തിൽ. അത് ശരി. പഞ്ചായത്ത് തലത്തിൽ സ്കൂളിൽ കൃഷിപ്പണിക്ക് ഫസ്റ്റ് കൃഷിത്തോട്ടം നിർമ്മാണത്തിന്. അത് ശരി. ഏത് സ്കൂളായിരുന്നു മാഷ് പഠിപ്പിച്ചത്? മയ്യന്നൂർ സെൻട്രൽ മാപ്പിള യു പി. മയ്യന്നൂർ സെൻട്രൽ മാപ്പിള യു പി സ്കൂളിൽ അധ്യാപകനായിരുന്നു. പിന്നെ മക്കളൊക്കെ ഇപ്പം എല്ലാം വലുത്? മക്കളൊക്കെ ഇപ്പോൾ സെറ്റപ്പായി. മൂത്തയാള് ഡെന്റിസ്റ്റാണ്. ക്ലിനിക്ക് നടത്തുന്ന. രണ്ടാമത്താള് ബിടെക് കഴിഞ്ഞ് ഏതാനും വർഷം എഞ്ചിനീയറായിട്ട് കമ്മ്യൂണിക്കേഷൻ കമ്പനിയിലും ഇലക്ട്രോണിലൊക്കെ വർക്ക് ചെയ്തു. അത് ശരി. 5ാം വർഷം പിന്നെ മാറി കോച്ചിങ്ങിന് പോയി. SRB പരീക്ഷ പാസ്സാകുകയും ഹിമാലയ ഗ്രാമീൺ ബാങ്കിൽ ജോലി പ്രൊഫഷണൽ ജോലി കിട്ടി. അത് ശരി. ഇപ്പം അവിടെ ജോലി തുടരുന്നു. അപ്പം ഇപ്പം മക്കളൊക്കെ എല്ലാവരും സെറ്റപ്പൊക്കെ ആയി. എന്നിട്ട് ജോലിക്ക് പോകുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇനി റെസ്റ്റ് എടുക്കാമല്ലേ? പക്ഷെ മാഷൊക്കെ ഇതായിരിക്കും ഇഷ്ടം. റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നാൽ പിന്നെ പെട്ടെന്ന് പ്രായമായി പോവും അല്ലേ? അതെ. മടിയായി പോവും. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കല്ലോ. ഒരു എക്സർസൈസാണ്. അങ്ങനെ വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രഷറോ ഷുഗറോ? കിഡ്നി കംപ്ലൈന്റ് വരെ വന്നിരുന്നു. ആണോ? ശരി. മാറി. അത് ശരി. മാറി. പിന്നെ ഷുഗറും പ്രഷറൊന്നും ഉണ്ടോ? കൊളസ്ട്രോളും ഉണ്ട്. സൈഡായിട്ട് രോഗങ്ങളൊക്കെ ഒരു സൈഡിൽ അങ്ങനെ നടക്കട്ടെ. നമ്മളെ പണി നമ്മൾ വിടാണ്ട് പോകുന്നല്ലേ? മാഷ ഏതായാലും എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. എല്ലാവർക്കും ഇത് കണ്ടിട്ട് സാധാരണ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്ന് മടി പിടിച്ച് ഇനി എന്താ ചെയ്യുക, ജീവിതം വ്യർത്ഥമായി എല്ലാം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം പേരും. അപ്പോൾ അവരുടെ ഇടയിൽ മാഷ് തികച്ചും വ്യത്യസ്തനാണ്. അപ്പോൾ എന്നാൽ ശരി. എന്നാൽ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു. असिबुल किधर का है? आंध्रा, कलकत्ता. इतनी आसानी से जल्दी ऊपर जाता है. ओ